DSRK ആണ്. അപ്പോൾ 2024 നീറ്റ് കെമിസ്ട്രിയിലെ വളരെ രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നാണ്, കൺവേർഷൻ ആണ്. റിയാക്ഷൻ ഇതാണ്: ആൽക്കൈൽ ഹാലൈഡ് സോഡിയം സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ആൽക്കൈൽ സയനൈഡ് ഫോം ചെയ്യും. അല്ലെ, ഹാലോജൻ മാറിയിട്ട് ആര് വരും? സയനൈഡ് വരും. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. നമുക്ക് പ്രോഡക്റ്റ് ചെയ്താൽ അയോഡിൻ മാറിയിട്ട് സയനൈഡ് വരിക. CH3 CH2 CH2 CN, സയനൈഡ് വന്നു. റെഡി അല്ലേ? സയനൈഡിന്റെ പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആണ് OH-. ഇവിടെ എഴുതിയിട്ടുണ്ട് പാർഷ്യൽ ഹൈഡ്രോളിസിസ് എന്ന് എഴുതിയിട്ടുണ്ട്. പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആണ് നടത്തുന്നതെങ്കിൽ അമൈഡ്, കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ആണ് നടത്തുന്നതെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആണ്. പാർഷ്യൽ ഹൈഡ്രോളിസിസ് പകുതി മാത്രമേ വാട്ടർ ആഡ് ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ് ഫോം അമൈഡ്. ഇവിടെ എത്ര കാർബണാ? 4 കാർബൺ ആണെങ്കിൽ ഉണ്ടാവുന്ന അമൈഡിൽ എത്ര കാർബൺ ഉണ്ടാവും? 4 കാർബൺ ഉണ്ടാവും. 4 കാർബൺ അമൈഡ് CH3 CH2 CH2 CO NH2. ഇറ്റ്സ് എൻ അമൈഡ്, റൈറ്റ്? 4 കാർബണുള്ള സയനൈഡ് ആണെങ്കിൽ 4 കാർബണുള്ള അമൈഡ് ഫോം ചെയ്യും. സോഡിയം ഹൈഡ്രോക്സൈഡ് ബ്രോമിൻ വെച്ചാൽ ഇറ്റ്സ് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ ആണ്. ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ ആണ്. ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ ആര് പോവും? CO ഗ്രൂപ്പ് റിമൂവ് ചെയ്യും. 1 കാർബൺ ലെസ് ആണ്, ഒരു കാർബൺ കുറവുള്ള അമൈൻ ഫോം ചെയ്യും. ഇവിടെ 4 കാർബൺ ആണ്. 1 2 3 4 കാർബൺ ഉണ്ട്. ഉണ്ടാവുന്ന അമൈനിൽ എത്ര കാർബൺ? 3 കാർബൺ ഉണ്ടാവുള്ളൂ. സോ CH3 CH2 CH2 NH2. ഓക്കെ, ഇറ്റ്സ് പ്രൊപ്പൻ അമൈൻ ഫോം ചെയ്തു. എന്താ ഫോം ചെയ്യുക? പ്രൊപ്പൈൽ അമൈൻ. എന്താ ഫോം ചെയ്യുക? പ്രൊപ്പൈൽ അമൈൻ.